സപ്ലൈ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് റേഷൻ കടകളോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. പാവപ്പെട്ട ജനതയുടെ അവശ്യ സാധനങ്ങളുടെ കേന്ദ്രമായ പൊതുവിതരണ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും സ്വകാര്യ കച്ചവടക്കാർക്ക് വേണ്ടി റേഷൻ സമ്പ്രദായത്തെ തകർക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും DCC പ്രസിഡന്റ് PK ഫൈസൽ ആരോപിച്ചു. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങളുടെ ദൗർബല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് KPCCയുടെ ആഹ്വാനപ്രകാരം കാഞ്ഞങ്ങാട്, നീലേശ്വരം, ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും ധർണാസമരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു മാസക്കാലം ഈ മേഖലകളിലെല്ലാം റേഷൻ ഷോപ്പുകളിൽ, സപ്ലൈകോയിൽ, മാവേലി സ്റ്റോറുകളിലെല്ലാം സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഏജൻസികൾക്ക് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വരുത്തി. റേഷൻ ഉടമകൾക്ക് കമ്മീഷൻ ഇനത്തിൽ കോടി രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട്. ഈ രണ്ട് കാരണത്താൽ കഴിഞ്ഞ ഒരു മാസക്കാലം സാധനം വിതരണം ചെയ്യുന്ന ഏജൻസികൾ, റേഷൻ ഷോപ്പ് ഉടമകളെല്ലാം സമരത്തിൽ ഏർപ്പെടുകയും റേഷൻ ഷോപ്പുകളിൽ പോയപ്പോൾ ജനങ്ങൾക്ക് ഒരു അവശ്യ സാധനങ്ങൾ ലഭിക്കാതെ ജനങ്ങൾ ഏറെ വലയപ്പെട്ടു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ ബളൂർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി M. അസനാർ, സേവാദൾ ബോർഡ് ചെയർമാൻ രമേശൻ കരുവാച്ചേരി, DCC വൈസ് പ്രസിഡന്റ് സാജിദ് മൗവൽ, DCC സെക്രട്ടറിമാരായ PV സുരേഷ്, മാമുനി വിജയൻ, പ്രകാശൻ KP, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിന്ധു K, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. മടിയൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും KV വിജയൻ നന്ദിയും പറഞ്ഞു.